5ാം ക്ലാസ്സുകാരന്റെ സമയോചിത ഇടപെടൽ വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിതാന്റെ ഇടപെടലാണ് കൂട്ടുകാരായ 2 പേരെ വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായത്. അർദ്ധവാർഷിക പരീക്ഷ എഴുതാനായി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ സ്കൂൾ ബസ് കാത്തുനിൽക്കുകയായിരുന്നു സിതാനും കൂട്ടുകാരനായ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റാജിഹും 7ാം തരം വിദ്യാർത്ഥി ഷഹജാസും. അതിനിടയിലാണ് തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് മുഹമ്മദ് റാജിഹിന് ഷോക്കേറ്റത്. ഇതു കണ്ടയുടൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസ്സാരമായ പൊള്ളലേറ്റു. ഞാൻ ഇവരുടെ അപ്പയും കൊണ്ട് കളിച്ചതായിരുന്നു. അപ്പോൾ ആ ഡപ്പ അടിച്ചിട്ട് കാട്ടിൽ പോയി. ഞാൻ പോസ്റ്റുമേ ചോട്ടിയ മതിലിന് കയറി. എന്നിട്ട് അത് എടുക്കാൻ ഇറങ്ങിയപ്പോൾ ആ പക്കത്ത് കൂടി ഇറങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ഫ്യൂസിൻ്റെ അടിയിൽ കുടുങ്ങി. അപ്പോൾ ആ കൈ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഷോക്കടിച്ചത്. പിന്നെ ഷഹജാസിൻ്റെ ഷൂമ തൊട്ട് കൊണ്ട് ഷോക്കടിച്ചു. പിന്നെയാണ് സിതാനെ വടി കൊണ്ടിൻ്റെ 2 വട്ടം ഇവിടെ തല്ലി, 3ാമത്തെ വട്ടം തലമുഖം തല്ലി. തികച്ചും അപ്രതീക്ഷിതമായ സംഭവത്തിൽ സ്വന്തം ജീവന് അപകടവും ഗുരുതരമായ പരിക്കുകൾ പറ്റുമെന്നതും കണക്കിലെടുക്കാതെ അവസരോചിതമായാണ് മുഹമ്മദ് സിതാൻ എന്ന 10 വയസ്സുകാരൻ അടുത്തു കിടന്നൊരു വടി ഉപയോഗിച്ച് കൂട്ടുകാരെ 2 പേരെയും വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷിച്ചത്. ഷോക്കടിച്ച് ഞങ്ങളായിരുന്നപ്പം നേരത്തെ ഒരു മുള്ളും കട്ടിലെന്നാ വടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ വടി വലിച്ചെടുത്തു. മുള്ളുത്തി കൈമ അതൊന്നും നോക്കില്ല. വലിച്ചെടുത്തിട്ട് ഓനെ ഫസ്റ്റ് ഒരു ഒട്ടടിച്ചു, ഇതായില്ല. പിന്നെ അടിച്ചു, പിന്നെ ഇതല്ല. പിന്നെ തലക്കിട്ടടിച്ചപ്പോഴാണ് ഇതായത്. അത് ഉമ്മ പറഞ്ഞ അമ്മായിക്ക് അന്ന് ഷോക്ക് അടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു, ഷോക്ക് അടിച്ചാൽ ഉണങ്ങിയ വടിയോട്ട് അടിച്ചാൽ മതി പറഞ്ഞു. അപ്പം അങ്ങനെ അടിച്ചു. ഞാൻ ഇപ്പം വെറുതെ വട്ട എഴുതിയിട്ടാണ് കാല് ഷൂസിന് പോയി പിടിച്ചിട്ട് എനിക്ക് ഷോക്ക് അടിച്ചു. അതിൽ കൈ വേഗം വലിച്ചിട്ടാണ് ഇവനോട് പറഞ്ഞു, അവനക്ക് ഷോക്ക് അടിച്ചാണ് വടി എടുത്ത് അടിച്ചെന്ന് പറഞ്ഞു. അതിലാണ് വടി എടുത്ത് അടിച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി. അതിൽ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർ വരുന്നതിനുള്ളൂ. അതിൽ ആർക്കും അങ്ങോട്ട് ചാടാൻ നിൽക്കില്ല. അതിലൊരു സ്കൂട്ടി ആൾക്കാരാണ്. അപ്പോൾ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് അപ്പുറത്ത് ഇറങ്ങി എടുക്കുക വെച്ചു. അപ്പോൾ നീച്ചിരുന്നു. അപ്പോൾ അപ്പുറത്തേക്ക് വെച്ചു. സിതാന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് കൂട്ടുകാർക്ക് രക്ഷയായത്. കോട്ടോപ്പാടം കൊടുവാളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. മുത്തനിൽ സലീമിന്റെയും ഹസനത്തിന്റെയും മകൻ മുഹമ്മദ് റാജിഹും പൂവത്തുംപറമ്പിൽ യൂസഫിന്റെയും ജുസൈലയുടെയും മകൻ ഷഹജാസുമാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. കൂട്ടുകാരുടെ ജീവന് തുണയേകുന്നതിൽ അങ്ങേയറ്റം മാതൃകാപരമായ ധീരതയും മനസാന്നിധ്യവും പ്രകടിപ്പിച്ച മുഹമ്മദ് സിതാനെ സ്കൂൾ PTA-യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു. അവൻ ധൈര്യസമേതം ഒരു വർഗ്ഗുള്ളി എടുത്ത് ഈ കുട്ടിയെ ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും വിമുക്തനാക്കി. ഇവൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ അനുഭവ പാഠമാണ് ഇവനതിന് പ്രേരിപ്പിച്ചത്. ആ സമയത്ത് അവൻ അനുവർത്തിച്ച വിപതി ധൈര്യത്താൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ഇത് ഞങ്ങളുടെ സ്കൂളിനും ഈ നാടിനും വലിയ അഭിമാനമായിട്ടുണ്ട്. മുഹമ്മദ് സിതാൻ കെ എന്ന കുട്ടി, അവനെ ഇന്ന് താൽക്കാലികമായിട്ടൊന്ന് ആദരിച്ചിട്ടുണ്ട്. ഇനി അസംബ്ലിയിൽ വെച്ച് ആദരിക്കും. MP-യും MLA-യും വരുന്നുണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ. അപ്പോൾ അവരും ഇവന് ആദരവ് സമർപ്പിക്കും. ഞങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. 3 പേരുടെയും പരിക്ക് പറ്റിയ കുട്ടിയുടെ കയ്യിലൊക്കെ പൊള്ളലുണ്ട്, സുഖമായി വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി കുട്ടിയെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചു. CCN ചത്തല്ലൂർ.